ശരിക്കും ആരാണ് ഇവിടെ ഇര? ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ കഥയെ വെല്ലുന്ന കഥകളാണ് ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഹീറോകളായിരുന്ന പല നടന്മാരും ഇപ്പൊ വില്ലന്മാരായി മാറിക്കൊണ്ടിരിക്കുക. ഇത് ഓരോ ദിവസവും ഓരോ അലിഗേഷൻസ് വരുന്ന കേട്ടുണ്ടല്ലോ, ഇപ്പൊ ഇതൊരു കോമഡി ആയി മാറിയിരിക്കുക. പറയുന്നത് കുറച്ച് മോശമാണ്, ക്രൂരതയാണ്, എന്നാലും ഞാൻ പറയുക ഒരു കോമഡി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും. എന്താ ഇവിടെ നടക്കുന്നത്? അറ്റാക്ക് ഈസ് ദ ബെറ്റർ ഫോം ഓഫ് ഡിഫെൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നേരെ എനിക്കെതിരെ ഒരു ആക്രമണം വരികയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങ് ആക്രമിക്കും കയറി. അതാകുമ്പോഴത്തേക്ക് സംഗതി ന്യൂട്രൽ ആയിട്ട് പോകും. ഇപ്പൊ ഏതാണ്ട് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആട്ടെ, എനിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇതാണ് നടക്കുന്നത് ഇവിടെ. അതായത് ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. എന്റെ കുറച്ച് പെർസ്പെക്റ്റീവ് ആണത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് എനിക്ക് തോന്നിയ കുറച്ച് വൈൽഡ് ഗസസ് ആണ്. കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നടന്മാരുടെ ആണെങ്കിലും നടിമാരുടെ ആണെങ്കിലും ശരി, അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ഒരു ഫേസ്, അതാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ആ ക്രെഡിബിലിറ്റിക്ക് ഒരു കോട്ടം തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ജെന്യുവൻ ആയിട്ടുള്ള അലിഗേഷൻസ് വരുമ്പോഴത്തേക്ക് ചില ചേട്ടന്മാരുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ കുറച്ച് ചേട്ടന്മാരുടെയൊക്കെ ഈ ക്രെഡിബിലിറ്റി അങ്ങ് പോവുക. അപ്പം ഇവന്മാരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇവര് ചിന്തിക്കുക കുറച്ച് ഫേക്ക് അലിഗേഷൻസും കൂടെ, ചില നടന്മാർക്കെതിരെ കുറച്ച് ഫേക്ക് അലിഗേഷൻ കൂടെ നമുക്ക് അങ്ങോട്ട് ഇറക്കി വിടാം. അത് വേണമെങ്കിൽ ആ നടന്മാരുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് ഫേക്ക് അലിഗേഷൻസ് നമ്മൾ അങ്ങ് ഇറക്കുക. ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്ത കുറച്ച് ഫേക്ക് അലിഗേഷൻസ് അങ്ങനെ വരുന്നു. ലാസ്റ്റ് ഈ ജെന്യുവൻ അലിഗേഷനും ഫേക്ക് അലിഗേഷനും എല്ലാം കൂടെ ഇവിടുത്തെ പോലീസ് മാമന്മാര് കടന്നങ്ങോട്ട് ഇക്ര ഇണ്ണ വരയ്ക്കും. ലാസ്റ്റ് ജെന്യുവൻ അലിഗേഷനും മുങ്ങിപ്പോവും, ഫേക്കും മുങ്ങിപ്പോവും. ഇതെല്ലാം അങ്ങ് ക്ലിയർ ആവും. ലാസ്റ്റ് ജനങ്ങൾ ഈ ഫേക്ക് അലിഗേഷൻസ് വന്ന്, അല്ലെങ്കിൽ അത് ഫസ്റ്റ് പ്രൂവ് ആയി ഇത് ഫേക്ക് ആയിരുന്നു എന്ന് പ്രൂവ് ആയി കഴിയുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും? ഓ, ഇത് മൊത്തം ഉടായിപ്പാണ്, ഇതെല്ലാം ഉടായിപ്പാണെന്ന് പറഞ്ഞ് ജെന്യുവൻ ആയിട്ടുള്ള അലിഗേഷൻസ് വരെ ഇവിടെ തള്ളിക്കളയും. അങ്ങനെ ചില കറുത്ത മുഖം മൂടി ഇട്ടവന്മാരും ഈ ഒരു ഗ്യാപ്പിലൂടെ രക്ഷപ്പെടും. ഈ ഒരു പരിപാടിയാണോ ഇവിടെ നടക്കുന്നത്? എനിക്ക് തോന്നിയ ഒരു സംശയമായിട്ട്, എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണിത്. കാരണം ഇപ്പം സംസാരിക്കാൻ നമുക്ക് അതിനെപ്പറ്റി. നിവിൻ പോളിക്കെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്. ജെന്യുവൻ ആണോ അല്ലയോ എന്നും എനിക്കറിയില്ല. അപ്പം പുള്ളിയുടെ ഒരു അലിഗേഷനും കൂടെ വന്ന് അതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങൾ. എനിക്ക് എന്തോ ഇതൊക്കെ ഒരു ആരുടെയൊക്കെയോ പിന്നിലിരുന്നുള്ള കളിയാണോ? അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇവിടെ ആരാ ഇരയാകുന്നത്? അതായത് ഈ ശരിക്കും ഇതിനകത്ത് ഈ സിനിമയിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുപോയ കുറെ സ്ത്രീകൾ കാണും. അവരല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരകളായി മാറുന്നത്. അതുപോലെ തന്നെ ഫേക്ക് അലിഗേഷൻ, ചില ചേട്ടന്മാർക്കെതിരെ വെറുതെ അലിഗേഷൻസ് വരുന്നു. അവരും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇരയായി മാറുകയല്ലേ? എല്ലാവരും ഒന്നും നമുക്കിവിടെ ആരാണ് പ്രോപ്പറായിട്ടുള്ള ഇര എന്ന് മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ചില സ്ത്രീകൾക്കൊക്കെ വളരെ മോശം അനുഭവം സിനിമയിൽ നിന്ന് ചില നടന്മാരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവര് വളരെ ജെന്യുവൻ ആയിട്ട് ഇപ്പോ ഈ ഒരു സ്പേസ് അവർക്ക് കിട്ടി, ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഈ ഒരു സ്പേസ് കിട്ടി, അവർ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഓൾറെഡി ഇരകളാണ്. അല്ലെങ്കിൽ അവരൊരു വലിയൊരു ട്രോമ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നത്തിൽ അവർ വന്നു. അതിനുശേഷം അവരെല്ലാം മറന്ന് ഇപ്പോൾ ഒരു സ്പേസ് കിട്ടിയപ്പോൾ അവരത് വന്നു പറഞ്ഞു. അവർക്ക് നീതി കിട്ടുമെന്ന് വിചാരിച്ച് അവർ വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ അലിഗേഷൻസ്, ഫേക്കും ജെന്യുവൻ എന്തും ആയിക്കോട്ടെ, കുറെ അലിഗേഷൻസ് വന്ന് മൂടി ലാസ്റ്റ് ഒന്നും തെളിയിക്കാൻ പറ്റാതെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾക്കും ഇവിടെ നിയമം അവരുടെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ അവസ്ഥ അവർ വീണ്ടും ഇരകളായി മാറുന്നു. എന്തായാലും സത്യം പറഞ്ഞ ഇവിടെ നടക്കുന്നത്? ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാവുമോ? എനിക്ക് തോന്നിയത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറെ പേരുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ പേരുകളൊക്കെ നമുക്ക് ജനങ്ങൾക്ക് അറിയണ്ട, പക്ഷെ അത് കോടതിയിൽ എത്തണം. അത് വെച്ച് ആദ്യമേ തന്നെ കുറെ എണ്ണത്തിനെ പൂട്ടണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ അലിഗേഷൻസ് കുമിഞ്ഞു കൂടിയിരിക്കുമ്പോഴത്തേക്ക് വന്നോണ്ടേയിരിക്കുക, ഇനിയും വരും. ഇതിൽ ഏതൊക്കെയായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തെളിയിക്കപ്പെടുമോ? എൻ്റെ ഒരു സംശയമാണ്. ഇനി നമുക്ക് നിവിൻ പോളിച്ചേട്ടന്റെ ആ ഒരു വിഷയം എന്താണ്? ഇന്നലെ രാത്രി തന്നെ നിവിൻ പോളിച്ചേട്ടൻ വന്നിട്ട് പ്രസ് പത്ര സമ്മേളനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബൈറ്റൊന്നും ഇവിടെ കാണിച്ചു തരുന്നില്ല, കാരണം അണ്ണൻ വന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാനും നിയമത്തിന്റെ പുറകെ തന്നെ പോകും, എനിക്കെതിരെ ഫേക്ക് അലിഗേഷൻ ആണ് വന്നിരിക്കുന്നത്, ഞാനും ഫൈറ്റ് ചെയ്യും എന്നൊക്കെ അണ്ണൻ വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതിപ്പോ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരുന്നില്ല. അണ്ണൻ അതേ പറയാൻ പറ്റുള്ളൂ. അണ്ണൻ അത് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ന്യൂസ് ചാനലുകളിലൊക്കെ നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു പീഡന പരാതി എന്ന് പറഞ്ഞു വന്നു. രാത്രിയിൽ തന്നെ അണ്ണൻ വന്നു പ്രസ് മീറ്റ്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്
എവിടെയൊക്കെയോ കുറെ സംശയങ്ങൾ എനിക്ക് തോന്നി. ആദ്യമേ നിങ്ങൾ ഈ ഒരു ബൈറ്റ് കാണും. നിവിൻ പോളി ചേട്ടൻ 6ാം പ്രതിയാണ് ഈ ഒരു പീഡന കേസിൽ. ബാക്കി 5 പേര് കൂടെ ഉണ്ട് മേപ്പോട്ട്. അപ്പം ഇത് ദുബായിൽ വെച്ചാണ് നടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് എന്റെ കുറച്ച് സംശയങ്ങൾ, എനിക്ക് നേരത്തെ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആ ഒരു ഡൗട്ടൊക്കെ എനിക്ക് എന്താണ് വരാൻ കാരണം എന്നൊക്കെ ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അമൃത, 6 പ്രതികളുടെയും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 1ാം പ്രതി ശ്രേയയാണ്. ശ്രേയ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. 2ാം പ്രതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂർ സ്വദേശിയായ നിർമ്മാതാവ് AK സുനിലാണ്. 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കിട്ടൽ, 6ാം പ്രതി നിവിൻ പോളി. ഇങ്ങനെയാണ് 6 പ്രതികളുടെയും വിവരങ്ങൾ. ഇതിൽ 376, 354 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 376 നമുക്കറിയാം ബലാത്സംഗ കുറ്റമാണ്. ഇതിന് പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് 354 അടക്കമുള്ള വകുപ്പുകളും ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഊന്നുകൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ FIRലെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യം, അതായത് പരാതിക്കാരി എന്താണ് ഉന്നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത്, കഴിഞ്ഞ വർഷം നവംബറിൽ ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ചപ്പോൾ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നെ ദുബൈയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ യുവതി ദുബൈയിലെത്തുന്നു. ദുബൈയിലെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഈ 1ാം പ്രതിയായ ശ്രേയയുടെ സാന്നിധ്യത്തിൽ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ, അതായത് 6ാം പ്രതിയായ നിവിൻ പോളി അടക്കം 2 മുതൽ 6 വരെയുള്ള പ്രതികൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ് യുവതിയുടെ പരാതി. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിപ്പെടുന്നുണ്ട്. ഏതായാലും തുടക്കത്തിൽ ഈ പരാതി ലഭിച്ചിരുന്നത് എറണാകുളം റൂറൽ എസ്പിക്കാണ്. റൂറൽ എസ്പി ഇത് ഊന്നുകൽ പോലീസിന് കൈമാറുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. ഈ പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനിടയിൽ കൂടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾ വരികയും പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകുകയും ചെയ്തിരുന്നത്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നതിന് ഇടയിൽ കൂടി, മറ്റ് കേസുകൾ അന്വേഷിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇത് സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് പറയുന്നത്. അതായത് കഴിഞ്ഞ നവംബറിൽ അപ്പൊ ദുബായിൽ വെച്ച് നടന്ന ഒരു പീഡനമാണിത്. അപ്പൊ എന്റെ ആദ്യത്തെ സംശയം, ദുബായിൽ വെച്ചാണ് നടന്നത്. ഇവിടെ ഇപ്പം ഒരു മാസം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങുന്നതിനും 1 മാസം മുമ്പ് തന്നെ ഇവിടെ നാട്ടിലെ കേസ്, നമ്മുടെ എറണാകുളത്ത് അവര് ഡയറക്റ്റ് ചെന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് എന്നല്ല, അവര് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പൊ കഴിഞ്ഞ നവംബറിൽ അവിടെ വെച്ച് നടന്നപ്പോ എന്തിന് ഇവിടെ വന്ന് കേസ് കൊടുക്കാൻ നിന്നു? അവിടെ വെച്ച് ഇവരോട് ഇങ്ങനെ മോശമായിട്ട് ഇത്രയും പേരും ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. ഒരു സ്ത്രീയെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങി അവരെ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുത്തിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും അത് ദുബായിലാണ്. ഇവന്മാർ എന്തെടുത്ത് വീഡിയോ പുറത്തു വിടാനാ? ഒരു സ്ത്രീ അവിടെ വെച്ചാണ് ഈ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോലീസിനെ വിളിക്കും, നേരെ ഇങ്ങ് വരും. ഇവന്മാര് ഷൂട്ട് ചെയ്തതും പിടിച്ചതും മൊത്തത്തിൽ ഒരിടത്തും അവന്മാർക്ക് ഇടാൻ പറ്റത്തില്ല. പടല അവന്മാര് 3G ആയനെ, എല്ലാം ഇന്ന് അവിടെ കിടന്നേനെ അകത്ത്. നല്ല പണി കിട്ടിയില്ല. ചിലപ്പോ ചേട്ടന്മാരുടെ കട്ട് ചെയ്തോണ്ടങ്ങ് പോയേനെ. ഇത് അവിടെ വെച്ചാ നടക്കുന്നത്. എന്തുകൊണ്ടപ്പാ ചേച്ചി അന്ന് അവിടെ പോലീസിനെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല? അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, എനിക്കും ഉണ്ട്. അതായത് അവർ ചിലപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മാനസികമായിട്ട് ഒരുപാട് തളർന്നു കാണും. അതുപോലെ തന്നെ അവരെ പേടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ പേടിച്ച് ചിലപ്പം ചെയ്യാതിരുന്നതായിരിക്കാം. അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഞാൻ അതിനെ മാനിക്കുന്നു, അവിടെ ഇരിക്കട്ടെ. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോ ഈ ഒരു ഹേമ കമ്മിറ്റി വരുന്നതിന് മുന്നേ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും നമ്മളിത് അറിഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഞാനത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇത് പൊങ്ങി വരുന്നു. അപ്പോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ ഒരു സംശയം ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഈ ഒരു അലിഗേഷൻ. ഇനിയിപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു കേസായെങ്കിൽ, ഇവിടെ ഒരു കേസായെങ്കിൽ പോലും ഇവിടുന്ന് പോലീസുകാരൻ മാമന്മാര് ദുബായിൽ ചെല്ലുമോ തെളിവെടുപ്പിന്? പോവുമെങ്കിൽ അത് വലിയ കാര്യം. അങ്ങനെ പോയി ഇത് നടന്നതാണെങ്കിൽ തെളിഞ്ഞ് ഇതിനകത്ത് ഈ 6 പേർക്കും ശിക്ഷ കൊടുക്കാൻ ഇവിടുത്തെ നിയമത്തിന് പറ്റിയാൽ ഐ വിൽ സല്യൂട്ട് ടു ദ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ ലോ ഇവിടുത്തെ. പക്ഷെ അത് നടക്കുമോ? ഇവിടുന്ന് പോവോ? അവിടെ പോയി തെളിവെടുപ്പൊക്കെ നടക്കുമോ? വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെ പറ്റിയാണ് പല ആളുകളും വന്ന അലിഗേഷൻ ഇപ്പൊ പറയുന്നത്. അപ്പം അത് എങ്ങനെ തെളിയിക്കും? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളത് അതിനൊക്കെ ഒരു തെളിവ് എന്തെങ്കിലും ഇപ്പൊ ഹോട്ടലിൽ വെച്ച് നടന്നു അന്നൊക്കെ CCTV അല്ലെങ്കിൽ ഇത്രയും വർഷം CCTV ആ ഫുട്ടേജ് ഒക്കെ അവിടെയൊക്കെ കാണുമോ? തെളിവുകളൊന്നും കാണില്ല. ഈ അലിഗേഷൻസ് ആയിരിക്കും. ഇത് കോടതിയിൽ എത്തുമ്പോൾ എന്താണെങ്കിലും ജെനുവിൻ ആയത് വരെ തള്ളിക്കളയും. അപ്പം ഇങ്ങനൊരു കേസ് വരുന്നു, ഇത് ദുബായിൽ നടന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അതിന്റെ പ്രോപ്പർ ഇത് ഇന്നിപ്പം ഈ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 1 മാസം മുമ്പ് പോലീസുകാർ എന്തുകൊണ്ട് അവിടെ പോയി അത് എടുത്തില്ല?
തെളിവെടുപ്പ് ശേഖരിച്ചില്ല. എന്തുകൊണ്ട് അവിടെ പോയി ദുബായിൽ പോയി എടുത്തില്ല? ഇനിയിപ്പോ ഇത് കഴിയുമ്പോഴത്തേക്കിനും ചെല്ലുമെന്ന് എനിക്ക് അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തെളിവൊക്കെ ശേഖരിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കിട്ടുമെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആരൊക്കെയോ ഇപ്പൊ അവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇല്ലെങ്കിൽ സിനിമയിലുള്ളവർക്ക് എന്താണെങ്കിലും കുറച്ച് പിടിപാട് കുറച്ച് ബുദ്ധികളും ഒക്കെ കാണുമല്ലോ. ഇവന്മാരുടെ ഒരു പ്ലാൻ എൻ്റെ ഒരു വൈൽഡ് ഗസ് ഒരു പ്ലാൻ, അതായത് ആർക്കൊക്കെയോ എതിരെയോ മേളിലിരിക്കുന്ന ചേട്ടന്മാർക്കെതിരെ ശരിക്കുള്ള റിയൽ അലിഗേഷൻസ് കിടക്കുന്നു. അവരുടെ ഫേസ് പോകും, മൊത്തം ക്രെഡിബിലിറ്റിയും പോകും. അപ്പൊ അവര് വന്ന ഒരു ബുദ്ധിയിൽ കുറച്ച് ചില പുതിയ നടന്മാരോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പുതിയ അവിടെ സിനിമയിലുള്ള കുറച്ച് ആൾക്കാർക്കെതിരെ ഫേക്ക് അലിഗേഷൻസ് വരുന്നു. അങ്ങനെ അലിഗേഷൻസ് കുന്നുകൂടുന്നു. ലാസ്റ്റ് ഇത് ഫേക്ക് ആയിട്ട് വന്നതെല്ലാം ഫേക്ക് ആണെന്ന് ഫസ്റ്റിലെ തന്നെ തെളിയുന്നു. അപ്പത്തേക്ക് നാട്ടുകാരും പോലീസും ഒക്കെ പറയും ബാക്കിയുള്ളതും ചിലപ്പോൾ ഫേക്ക് ആവുമെന്നും പറഞ്ഞ് തള്ളിക്കളയും. ബാക്കി ചേട്ടന്മാരും ശരിക്ക് പെട്ടവന്മാരും എസ്കേപ്പ് ആകും. അവന്മാരുടെ ക്രെഡിബിലിറ്റിയും തിരിച്ചു പിടിക്കും. ഈ ഒരു പരിപാടിക്കാണ് ഇവിടെ ഈ ഒരു കളം ഒരുങ്ങുന്നതെങ്കിലോ? എൻ്റെ ഒരു സംശയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ ആദ്യമേ പറയുന്നു, എൻ്റെ സംശയങ്ങൾ അത് ഞാൻ സംശയമായിട്ട് തന്നെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അടക്കം നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ഇടാൻ എന്താണെങ്കിലും മറക്കരുത്. അപ്പോൾ